കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ജോലിക്കൊക്കെ പോയോ? കാപ്പിയൊക്കെ കുടിച്ചോ? പിന്നെ എന്താണ് വിശേഷം? ഞാനേ ഒരു സാധനം കാണിക്കാമെന്ന് വിചാരിച്ചു. ദാണ്ട് ഇതെന്തുവാണെന്ന് പറയാമോ? ഇതെന്ത് സാധനമാണെന്ന് പറയാമോ? കിളിച്ചുണ്ട മാമ്പഴം, കിളിച്ചുണ്ട മാമ്പഴം, കിളിച്ചുണ്ട മാമ്പഴം. ഇതെന്തെന്ന് പറയാമോ? ഞാനിട്ട് പാവൽ നട്ടേക്കുന്നുണ്ട. പാവൽ നട്ടേക്കുന്നു, കത്തിരിക്ക അവിടെ നട്ടേക്കുന്നു. എൻ്റെ ഡാലി കണ്ട ഒരെണ്ണം പൂത്തത് പോയിട്ടാ. രണ്ടാമത് ഇങ്ങനെ ഇവിടെ ഒരു കുഞ്ഞു മുട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു മുട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇതിലുമൊക്കെ മുട്ട് വരുമായിരിക്കും അല്ലേ? ഇതെന്തുവാണെന്ന് പറയാമോ? ഇതെന്ത് സാധനമാണെന്ന് പറയാമോ? എന്താ ഇത്? പപ്പായയാണ് കേട്ടോ. ഇത് പപ്പായ. നീല പപ്പായയിലുണ്ടായ കായാണത് കേട്ടോ. പഴുത്തില്ല, വിളഞ്ഞിരിക്കുന്നു കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഒരു അതിശയമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ? കിളിച്ചുണ്ട മാമ്പഴം, കിളിച്ചുണ്ട മാമ്പഴം പോലെ അല്ലേ, മാങ്ങ പോലെ അല്ലേ ഉണ്ടല്ലേ, വളഞ്ഞിട്ട് നല്ലൊരു ഭംഗി കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് മുറിച്ച് തിന്നാൻ തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് മുറിച്ച് തിന്നാൻ തോന്നുന്നില്ല. നോക്കിക്ക്, മാങ്ങ പോലെ അല്ലേ. നമുക്ക് പപ്പായയാണ്. പിന്നെ വേറെ എന്താണ് വിശേഷം? ഞാൻ ഇന്നലെ ഒരു ചെടി കൊണ്ട് നട്ടു കേട്ടോ. കനകാമ്പരം, നീല കനകാമ്പരം. അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് നീല കനകാമ്പരം. ഉണ്ടോ? നീലക്കനകാമ്പരം. നീലക്കനകാമ്പരം. മുളക്, ഉണ്ടമുളകാണ് കേട്ടോ. വലിയ ഉണ്ടമുളക്. കറിവേപ്പില, തുളസി, നമ്മുടെ ശംഖുപുഷ്പം കളർ കുറവ് കേട്ടോ. ചേച്ചി ജോലിക്ക് പോണേ ചേച്ചി? നിന്നി പോണം. ഇന്നലെ 5 മണിക്ക് പോകാനിരുന്നപ്പോൾ പിന്നെ അമ്മുമ്മ ഓട്ടിടാൻ പോയിട്ട് വന്നില്ല. അതുകൊണ്ട് ചേച്ചി ഇന്ന് രാവിലെ വാ എന്ന് പറഞ്ഞു. ഒരു 10 മണിക്കൊക്കെ ചെന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ആ സമയം നോക്കി പോവാം. ചേച്ചി ഇന്നലെ തന്ന പഴം ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. തോനെ ഉണ്ടായിരുന്ന പഴം. ആ, പുട്ടിൻ്റെ കൂടെ ആകുമ്പം ചിലവാകും. കിളിച്ചുണ്ടൻ മാമ്പഴം, കിളിച്ചുണ്ടൻ മാമ്പഴം, കിളിച്ചുണ്ടൻ മാമ്പഴം. കണ്ട തെങ്ങ് വെച്ചിരിക്കുന്നുണ്ട്. തെങ്ങ് ഞാൻ കുഴിച്ച് വെച്ചതാണ്. തെങ്ങ് നടുവേദനയും വയറുവേദനയും വന്നു. പിന്നെ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാത്തതായി. നല്ല പണി കിട്ടിയായിരുന്നു കേട്ടോ. ഇന്നലെ ഇതിൽ ഇഞ്ചി നട്ടത് പൂത്ത് നിന്ന് കേട്ടോ. എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അതിലൊരു പൂ കണ്ട ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു പൂവായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പൂ കണ്ടിട്ടില്ല. ചുമന്നിട്ടില്ല, കോഴിവാലം പോലെ ഉണ്ട്. ഇനി താഴെ പോയി കണ്ട കോഴിവാലം പോലെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. നല്ലൊരു പൂവായിരുന്നത്. എനിക്ക് എൻ്റെ അതോ കടും ചുവപ്പായിരുന്നു കേട്ടോ. കടും ചുവപ്പായിരുന്നു. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോൺ എടുക്കാൻ പോണതിനകം വെച്ച് വേറെ എന്തോ ഓർത്ത് പിന്നെ ഇതെടുക്കാൻ പറ്റിയില്ല. നോക്കിക്കേ, അത് ഒരു ഉണ്ട്. ഇഞ്ചിയുടെ പൂ പൊഴിഞ്ഞു വീണതാണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് അപ്പോഴും നല്ല കടും ചുവപ്പായിട്ടാണ് നിന്നത്. എന്നാൽ പിന്നെ ശരി സഹോദരങ്ങളെ. നമ്മുടെ മാമ്പഴത്തിൽ നിന്ന് പിന്നെ ശരി സഹോദരങ്ങളെ. എന്നും ഇതൊക്കെ കാണിക്കുന്നതാണല്ലേ. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ കാണിക്കാൻ. എൻ്റെ ജമന്തി കഴിഞ്ഞ ദിവസം കാണിച്ച മുട്ടാണിത് വിരിഞ്ഞു വന്നിട്ടാ. പക്ഷേ ഇത് ഞാൻ തൈ പിഴുതു കൊണ്ട് വെച്ചതാണ്. പക്ഷേ ഇതിൻ്റെ വലിയ മൂട് നിന്നപ്പോൾ ഇതൊന്നും വലിയ പൂവായിരുന്നു കേട്ടോ. ഞാൻ ആ ഭംഗി കണ്ടിട്ട് അതോ വലിയ അരിയും നല്ല ഇതായിരുന്നു. പക്ഷേ അത് ഇനി ചിലപ്പം
തൈ പിഴുതുകൊണ്ട് വെച്ചിട്ടായിരിക്കും ഇത്ര കുഞ്ഞായിട്ടിരിക്കുന്നല്ലേ. വേണ്ട വളരുമ്പോൾ ഇനി മൂട് നല്ല പിടിച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം വിരിയുമ്പോൾ നല്ല വലിയ പൂവായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ ടാറ്റാ. കപ്പൂ ഒരു കുഞ്ഞതവിടെ നിൽക്കുന്നു. പിന്നെ ശരി ടാറ്റാ.